ഹായ് എവരിവൺ, AKR PSC ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +2 പ്രിലിംസ് രണ്ടാം ഘട്ട എക്സാമിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിനു മുന്നോടിയായിട്ട് ഇമ്പോർട്ടൻസ് തോന്നുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ. ഇന്ത്യയുടെ 10ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് TN ശേഷൻ. ഇന്ത്യയുടെ 10ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ TN ശേഷനാണ്. തിരുനെല്ലായി നാരായണ അയ്യർ ശേഷൻ. TN ശേഷൻ, തിരുനെല്ലായി നാരായണ അയ്യർ ശേഷൻ. അദ്ദേഹം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന വർഷം 90 മുതൽ 96 വരെയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര നേതാവും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യ ലോക്സഭാ അധ്യക്ഷനും ആരാണെന്ന് ചോദിച്ചാൽ GV മാവലങ്കർ ആണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര നേതാവും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യ ലോക്സഭാ അധ്യക്ഷനുമായിരുന്നതാണ് GV മാവലങ്കർ. ദാദാ സാഹിബ് എന്നറിയപ്പെട്ടതും GV മാവലങ്കർ ആണ്. ദാദാ സാഹിബ് എന്നറിയപ്പെട്ടതും GV മാവലങ്കർ ആണ്. 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ MKSS. 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. MKSS രൂപീകരിച്ച വർഷം 1990 മെയ് 1 ആണ്. MKSS രൂപീകരിച്ച വർഷം 1990 മെയ് 1 ആണ്. മസ്ദൂർ കിസാൻ ശക്തി സംഗതന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. MKSSന്റെ സ്ഥാപക നേതാക്കളാണ് അരുണ റോയി, നിഖിൽ ശങ്കർ സിംഗ്. MKSS മസ്ദൂർ കിസാൻ ശക്തി സംഗതന്റെ സ്ഥാപക നേതാക്കളാണ് അരുണ റോയി, നിഖിൽ ശങ്കർ സിംഗ്. മീസോ നാഷണൽ ഫ്രണ്ടിന്റെ സ്ഥാപകൻ ലാൽ ഡെങ്കയാണ്. മീസോ നാഷണൽ ഫ്രണ്ടിന്റെ സ്ഥാപകൻ ലാൽ ഡെങ്ക. എലി സമരങ്ങളാൽ രൂപം കൊണ്ട സംഘടനയാണ് മീസോ നാഷണൽ ഫ്രണ്ട് അല്ലെങ്കിൽ MNF. എലി സമരങ്ങളാൽ രൂപം കൊണ്ട സംഘടനയാണ് മീസോ നാഷണൽ ഫ്രണ്ട് അല്ലെങ്കിൽ MNF. ഊർജ പരിരക്ഷണ നിയമം എന്നാണെന്ന് ചോദിച്ചാൽ 2001 ഊർജ പരിരക്ഷണ നിയമം 2001. അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഊർജ പരിരക്ഷണ നിയമത്തിന്റെ ലക്ഷ്യം ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അടുത്തത് നാഷണൽ മിഷൻ ഓൺ ബയോഡീസൽ. നാഷണൽ മിഷൻ ഓൺ ബയോഡീസൽ NMB. ലക്ഷ്യം 11 ദശലക്ഷം ഹെക്ടർ ഭൂമി ഉപയോഗിച്ച് ബയോഡീസൽ ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയാണ്. 11 ദശലക്ഷം ഹെക്ടർ ഭൂമി ഉപയോഗിച്ച് ബയോഡീസൽ ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയാണ് നാഷണൽ മിഷൻ ഓൺ ബയോഡീസൽ എന്ന് പറയുന്നത്. അടുത്ത ദേശീയ വാഹന ഇന്ധന നിയമം നാഷണൽ ഓട്ടോ ഫ്യൂവൽ പോളിസി. വാഹനങ്ങൾക്ക് ശുദ്ധമായ ഇന്ധനങ്ങൾ നൽകണമെന്ന് നിർദ്ദേശിക്കുന്നതാണ് ദേശീയ വാഹന ഇന്ധന നിയമം. വാഹനങ്ങൾക്ക് ശുദ്ധമായ ഇന്ധനം നൽകണമെന്ന് നിർദ്ദേശിക്കുന്നതാണ് ദേശീയ വാഹന ഇന്ധന നിയമം. ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രമാണ് ദക്ഷിണ ഗംഗോത്രി. ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രമാണ് ദക്ഷിണ ഗംഗോത്രി. രണ്ടാമത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം മൈത്രിയും മൂന്നാമത്തേത് ഭാരതിയുമാണ്. അപ്പോൾ ഇന്ത്യയുടെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രങ്ങൾ ആദ്യത്തെ ദക്ഷിണ ഗംഗോത്രി, രണ്ടാമത്തേത് മൈത്രി, മൂന്നാമത്തേത് ഭാരതി. ഇന്ത്യ അന്റാർട്ടിക്കയിൽ തപാൽ ഓഫീസ് ആരംഭിച്ച വർഷം 1983 ആണ്. ഇന്ത്യ അന്റാർട്ടിക്കയിൽ തപാൽ ഓഫീസ് ആരംഭിച്ച വർഷമാണ് 1983. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏതാണെന്ന് ചോദിച്ചാൽ അന്റാർട്ടിക്കയാണ്. സ്ഥിരമായി മനുഷ്യവാസം ഇല്ലാത്ത ഭൂഖണ്ഡം, വെളുത്ത ഭൂഖണ്ഡം, മരുഭൂഖണ്ഡം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് അന്റാർട്ടിക്കയാണ്. സ്ഥിരമായി മനുഷ്യവാസം ഇല്ലാത്ത ഭൂഖണ്ഡം, വെളുത്ത ഭൂഖണ്ഡം, മരുഭൂഖണ്ഡം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് അന്റാർട്ടിക്കയാണ്. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് രേഖപ്പെടുത്തിയ സ്ഥലമാണ് വോസ്റ്റോക്ക് തടാകം. അത് അന്റാർട്ടിക്കയിലാണ്. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് രേഖപ്പെടുത്തിയ സ്ഥലം വോസ്റ്റോക്ക് തടാകമാണ്.
ആർട്ടിക് മേഖലയിലെ ഇന്ത്യയുടെ ആദ്യത്തെ ഗവേഷണ കേന്ദ്രമാണ് ഹിമാദ്രി. ആർട്ടിക് മേഖലയിലെ ഇന്ത്യയുടെ ആദ്യത്തെ ഗവേഷണ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹിമാദ്രിയാണ്. കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചത് തോമസ് പെയിൻ ആണ്. കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? തോമസ് പെയിൻ ആണ്. ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് തോമസ് പെയിൻ ആണ്. ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി എന്നുള്ളത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് ആരാണ്? തോമസ് പെയിൻ ആണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് എന്നാണെന്ന് വെച്ചാൽ 1776 ജൂലൈ 4 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് 1776 ജൂലൈ 4 സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് ആരൊക്കെയാണ്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. ഇംഗ്ലണ്ടിന് അമേരിക്കയിൽ ഉണ്ടായിരുന്ന കോളനികളുടെ എണ്ണം 13 ഇംഗ്ലണ്ടിന് അമേരിക്കയിൽ ഉണ്ടായിരുന്ന കോളനികളുടെ എണ്ണം 13 ഈ 13 കോളനികൾക്കും സ്വാതന്ത്ര്യം അനുവദിക്കാൻ കാരണമായ ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി. വർഷം 1783 പാരീസ് ഉടമ്പടി വർഷം 1783. അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയത് ജെയിംസ് മാഡിസൺ ആണ്. അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയത് ജെയിംസ് മാഡിസൺ ആണ്. അമേരിക്കൻ ഐക്യനാടുകളിലെ ആദ്യ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ. അമേരിക്കൻ ഐക്യനാടുകളിലെ ആദ്യ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ ആണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ജെയിംസ് ഓട്ടിസ് ആണ്. ജെയിംസ് ഓട്ടിസ് ആണ്. കേരളത്തിൽ മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെത്തിയ ആനക്കര ഏതു ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിൽ മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെത്തിയ ആനക്കര ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിച്ചത് ആരുടെ അധ്യക്ഷതയിലാണെന്ന് ചോദിച്ചാൽ VR കൃഷ്ണൻ എഴുത്തച്ഛൻ. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിച്ചത് ആരുടെ അധ്യക്ഷതയിലാണ്? VR കൃഷ്ണൻ എഴുത്തച്ഛൻ. മലയാളക്കരയിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് തയ്യാറാക്കിയ ഹോർത്തൂസ് മലബാറിക്കസ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ്? ലാറ്റിൻ. മലയാളക്കരയിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് തയ്യാറാക്കിയ ഹോർത്തൂസ് മലബാറിക്കസ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ്? ലാറ്റിൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ചത് BN റാവു ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ചത് ആരാണ്? BN റാവു. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഒരുക്കാൻ രക്ഷിതാക്കളെ ചുമതലപ്പെടുത്തുന്ന കർത്തവ്യം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 86. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഒരുക്കാൻ രക്ഷിതാക്കളെ ചുമതലപ്പെടുത്തുന്ന കർത്തവ്യം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 86. ചോദ്യോത്തര വേള ആരംഭിക്കുന്ന സമയം 11 മണിയാണ്. പാർലമെന്റിൽ ചോദ്യോത്തര വേള ആരംഭിക്കുന്ന സമയം 11 മണിയാണ്. നൈനിറ്റാൾ സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. നൈനിറ്റാൾ സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. 2016 വീശിയടിച്ച വാർധ ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയ രാജ്യം പാകിസ്ഥാനാണ്. 2016 വീശിയടിച്ച വാർധ ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയ രാജ്യം പാകിസ്ഥാനാണ്.
അമേരിക്കയുടെ 46-ാമത്തെ പ്രസിഡന്റാണ് ജോ ബൈഡൻ. അമേരിക്കയുടെ 46-ാമത്തെ പ്രസിഡന്റാണ് ജോ ബൈഡൻ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ആൻഡ് ക്യാഷ്ലെസ് കോളനി നെടുങ്കയം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ആൻഡ് ക്യാഷ്ലെസ് കോളനി നെടുങ്കയം. ടോക്കൺ കറൻസി സമ്പ്രദായം നടപ്പിലാക്കിയ സുൽത്താനാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ടോക്കൺ കറൻസി സമ്പ്രദായം നടപ്പിലാക്കിയ സുൽത്താൻ ആരാണെന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ആണ്. പുതുവത്സര ആഘോഷങ്ങൾ നിരോധിച്ച മുഗൾ ഭരണാധികാരിയാണ് ഔറംഗസീബ്. പുതുവത്സര ആഘോഷങ്ങൾ നിരോധിച്ച മുഗൾ ഭരണാധികാരിയാണ് ഔറംഗസീബ്. ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തത് എന്നാണെന്ന് ചോദിച്ചാൽ 1949 നവംബർ 23-നാണ്. ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തത് 1949 നവംബർ 23-നാണ്. വില്യം ഹോക്കിൻസ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ മുഗൾ ചക്രവർത്തി ആരായിരുന്നു? ജഹാംഗീർ. വില്യം ഹോക്കിൻസ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ മുഗൾ ചക്രവർത്തി ആയിരുന്നത് ജഹാംഗീർ ആണ്. 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത സ്വാതന്ത്ര്യ സമര സേനാനി ജയപ്രകാശ് നാരായണനാണ്. 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ജയപ്രകാശ് നാരായൺ. നീൽ ദർപ്പൺ എന്ന ബംഗാളി നാടകത്തിന്റെ രചയിതാവ് ദീനബന്ധു മിത്ര. നീൽ ദർപ്പൺ എന്ന ബംഗാളി നാടകത്തിന്റെ രചയിതാവ് ദീനബന്ധു മിത്ര. ഹിതകാരിണി സമാജം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വീരേശലിംഗം. ഹിതകാരിണി സമാജം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വീരേശലിംഗം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ബീഗം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ബീഗം ഹസ്രത്ത് മഹൽ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലം ബംഗാൾ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലം ബംഗാൾ ആണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള രാജ്യം ഇന്ത്യ. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകരിച്ച വർഷം 1969. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകരിച്ച വർഷം 1969. റൂർക്കേലയിലെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചത്? ജർമ്മനി. റൂർക്കേലയിലെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചത്? ജർമ്മനി. വില്ലുവണ്ടി യാത്രാ സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. വില്ലുവണ്ടി യാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. അമോഘവർഷന്റെ കവിരാജമാർഗം ഏത് ഭാഷയിൽ രചിക്കപ്പെട്ട കൃതിയാണ്? കന്നഡ. അമോഘവർഷന്റെ കവിരാജമാർഗം ഏത് ഭാഷയിൽ രചിക്കപ്പെട്ട കൃതിയാണ്? കന്നഡ. കർണാടകയിൽ രൂപം കൊണ്ട വീരശൈവ പ്രസ്ഥാനത്തിന്റെ നേതാവ് ബസവണ്ണ. കർണാടകയിൽ രൂപം കൊണ്ട വീരശൈവ പ്രസ്ഥാനത്തിന്റെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ബസവണ്ണ. അക്ബറിന്റെ ഭരണകാലത്ത് രാസ്നാമ എന്ന പേരിൽ മഹാഭാരത കഥ പൂർണ്ണമായി ചിത്രരൂപത്തിൽ തയ്യാറാക്കിയത് ദസ്വന്ത്. അക്ബറിന്റെ ഭരണകാലത്ത് രാസ്നാമ എന്ന പേരിൽ മഹാഭാരത കഥ പൂർണ്ണമായി ചിത്രരൂപത്തിൽ തയ്യാറാക്കിയത് ദസ്വന്ത്. ചുവന്ന വെളിച്ചത്തിൽ പച്ച നിറത്തിലുള്ള ഇല ഏത് നിറത്തിലായിരിക്കും കാണപ്പെടുക? കറുപ്പ്. ചുവന്ന വെളിച്ചത്തിൽ പച്ച നിറത്തിലുള്ള ഇല ഏത് നിറത്തിലായിരിക്കും കാണപ്പെടുക? കറുപ്പ്. ആധുനിക ടെന്നീസിൽ ഏറ്റവും കൂടുതൽ സിംഗിൾസ് കിരീടം നേടിയ താരം സെറീന വില്യംസ്. ആധുനിക ടെന്നീസിൽ ഏറ്റവും കൂടുതൽ സിംഗിൾസ് കിരീടം നേടിയ താരം സെറീന വില്യംസ്. ഇന്ത്യയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ആദ്യമായി തിരഞ്ഞെടുപ്പ് നടന്ന എവിടെയാണ്? കേരളം. ഇന്ത്യയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ആദ്യമായി തിരഞ്ഞെടുപ്പ് നടന്നത് കേരളം.
ചൈൽഡ് ലൈൻ സ്ഥാപിതമായ വർഷം 1996. ചൈൽഡ് ലൈൻ സ്ഥാപിതമായ വർഷം 1996. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിലെ കൊമഗതമാരു സംഭവവുമായി ബന്ധപ്പെട്ട വിപ്ലവ പ്രസ്ഥാനമാണ് ഗദ്ദാർ പാർട്ടി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിലെ കൊമഗതമാരു സംഭവവുമായി ബന്ധപ്പെട്ട വിപ്ലവ പ്രസ്ഥാനമാണ് ഗദ്ദാർ പാർട്ടി. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് ഇക്ബാൽ. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് ഇക്ബാൽ. 1946 നടന്ന നാവിക കലാപം ആരംഭിച്ചത് ഏത് കപ്പലിലെ നാവികരായിരുന്നു? INS തൽവാർ. 1946 നടന്ന നാവിക കലാപം ആരംഭിച്ചത് ഏത് കപ്പലിലെ നാവികരായിരുന്നു? INS തൽവാർ. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിതമായ വർഷം 1914. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിതമായ വർഷം 1914. കേരളത്തിൽ സേവനാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2012 നവംബർ 1. കേരളത്തിൽ സേവനാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2012 നവംബർ 1. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്ത. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്ത. ദേശീയോദ്ഗ്രഥന ദിനമായി ആചരിക്കുന്നത് നവംബർ 19. ദേശീയോദ്ഗ്രഥന ദിനമായി ആചരിക്കുന്നത് നവംബർ 19. മുഴുവൻ പാർലമെന്റ് അംഗങ്ങളും അവരുടെ മണ്ഡലത്തിലെ ഒരു ഗ്രാമത്തെ ദത്തെടുത്ത് മാതൃകാ ഗ്രാമമായി വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതി സൻസദ് ആദർശ് ഗ്രാമ യോജന. മുഴുവൻ പാർലമെന്റ് അംഗങ്ങളും അവരുടെ മണ്ഡലത്തിലെ ഒരു ഗ്രാമത്തെ ദത്തെടുത്ത് മാതൃകാ ഗ്രാമമായി വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് സൻസദ് ആദർശ് ഗ്രാമ യോജന. കേരളാംകുണ്ട് വെള്ളച്ചാട്ടം ഏതു ജില്ലയിലാണ്? മലപ്പുറം. കേരളാംകുണ്ട് വെള്ളച്ചാട്ടം ഏതു ജില്ലയിലാണ്? മലപ്പുറം. ഇന്ത്യയിലെ ആദ്യത്തെ സുഗന്ധ വ്യഞ്ജന മ്യൂസിയം കൊച്ചി. ഇന്ത്യയിലെ ആദ്യത്തെ സുഗന്ധ വ്യഞ്ജന മ്യൂസിയം കൊച്ചി. കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച് മുഴുപ്പിലങ്ങാട്. കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച് മുഴുപ്പിലങ്ങാട്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ സുഗതകുമാരി. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ സുഗതകുമാരി. ശബ്ദത്തെ വൈദ്യുത വ്യതിയാനങ്ങളാക്കി മാറ്റുന്ന ഉപകരണമാണ് മൈക്രോഫോൺ. ശബ്ദത്തെ വൈദ്യുത വ്യതിയാനങ്ങളാക്കി മാറ്റുന്ന ഉപകരണമാണ് മൈക്രോഫോൺ. ഡിഫ്തീരിയ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഷിക് ടെസ്റ്റ്. ഡിഫ്തീരിയ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ഷിക് ടെസ്റ്റ്. സൂര്യാസ്തമയത്തിന് ശേഷവും അന്തരീക്ഷത്തിൽ ചൂട് നിലനിർത്തുന്നത് ഭൗമ വികിരണം. സൂര്യ അസ്തമയത്തിന് ശേഷവും അന്തരീക്ഷത്തിൽ ചൂട് നിലനിർത്തുന്നത് ഭൗമ വികിരണം. ഏറ്റവും ഭാരം കൂടിയ വാതകമാണ് റെഡോൺ. ഏറ്റവും ഭാരം കൂടിയ വാതകമാണ് റെഡോൺ. പ്രകൃതിയിൽ ഏറ്റവും ദുർലഭമായി കാണുന്ന ഹാലജനാണ് അസ്റ്റാറ്റിൻ. പ്രകൃതിയിൽ ഏറ്റവും ദുർലഭമായി കാണുന്ന ഹാലജനാണ് അസ്റ്റാറ്റിൻ. എൻഡോസൾഫാനിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ഓർഗാനോക്ലോറിൻ. എൻഡോസൾഫാനിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ഓർഗാനോക്ലോറിൻ. ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008 നവംബർ 4. ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008 നവംബർ 4. 12ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച മേഖല സുസ്ഥിര വികസനം. 12ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച മേഖലയാണ് സുസ്ഥിര വികസനം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.